പെരുന്തച്ചൻ എന്ന് പറഞ്ഞ സിനിമ നാഷണൽ അവാർഡ് ലിസ്റ്റിൽ പരിഗണിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ അമിതാഭ് ബച്ചൻ അഗ്നിപത്തായിരുന്നു. തിലകന് കിട്ടിയില്ല, അമിതാഭ് ബച്ചന് കിട്ടി. അന്നത്തെ കോൺസ്പിറസി തിയറി എന്ന് പറയുമ്പോൾ അന്ന് കോൺഗ്രസ് ആയിരുന്നു പവറിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ അമർ സിംഗ് എന്ന് പറഞ്ഞിട്ട് അമിതാഭ് ബച്ചൻ്റെ റൈറ്റും ലെഫ്റ്റും ആയിട്ടുള്ള ഒരാളുണ്ട്. മൂപ്പരുടെ ലോബിങ്ങിലാണ് അമിതാഭ് ബച്ചന് ബെസ്റ്റ് ആക്ടർ അന്ന് കിട്ടിയത്. അതുകൊണ്ടാണ് തിലകന് കിട്ടാണ്ട് പോയത് എന്നൊരു സംഭവമുണ്ട്. ഇത് കോൺസ്പിറസി തിയറി ആണ്. ഞാൻ ലൈവായിട്ട് സാധനം കണ്ടിട്ടുണ്ട്. ഞാൻ ലൈവായിട്ട് വിറ്റ്നസ് ചെയ്തു, ഞാൻ കുട്ടിയിരുന്നപ്പോൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അച്ഛൻ്റെ കുറേ സുഹൃത്തുക്കൾ, കുറേ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ് എല്ലാവരുടെയും ഇടയിൽ നിന്ന് ഞാൻ ഇവരൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. വേറെ കാര്യം, ഞാൻ നെപ്പോക്കിട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതിൽ എഗെയിൻ ഏത് നടനാണെന്ന് ഞാൻ പറയുന്നില്ല, ആ നടന് വേണ്ടിയിട്ട് അപ്പം അന്ന് അവർ ഓൾറെഡി ഇന്ന ആക്ടറാണ് എന്താ പറയുക ബെസ്റ്റ് ആക്ടർ എന്ന്, അതും മലയാളത്തിൽ നിന്ന് തന്നെ അവർ തീരുമാനിച്ചു. അപ്പോൾ രാത്രിക്ക് രാത്രി ഒരു ഭയങ്കര ഫേമസ് ആയ പ്രൊഡ്യൂസർ ഫ്ലൈറ്റ് എടുത്ത് ഡൽഹിക്ക് പോവുക. ഇപ്പം എന്താണെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പം പോയാലേ നമ്മുടെ ആൾക്ക് എനിക്ക് അവിടെ പിടിച്ച് കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഓട്ട. അതിൻ്റെ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം പ്രഖ്യാപിക്കുമ്പോൾ രണ്ടുപേരും ബെസ്റ്റ് ആക്ടേഴ്സാണ്. മനസ്സിലായി? അവരാദ്യം തീരുമാനിച്ച ആൾ മാത്രമല്ല, ഇവർ ഉദ്ദേശിച്ച ആളെ അവർ കയറ്റി, അവർ ഷെയർ ചെയ്തു. എനിക്കറിയാം പേഴ്സണലി ആ ഷെയർ ചെയ്ത ഒറിജിനലി അർഹനായ ആളുണ്ടല്ലോ, അയാൾ പറഞ്ഞു മറ്റേ പെരടി കാണിച്ചു പോയി എന്നെ ചതിച്ചു. അയാൾക്കത് ഈഗോ ആയിരുന്നു അപ്പുറത്തെ ആക്ടറിന്. കാരണം വെച്ചാൽ എനിക്ക് സോൾലി എനിക്ക് കിട്ടേണ്ടതാ. വൈ ഷുഡ് ഐ ഷെയർ എന്നുള്ള സാധനം. ഈ ഷെയർ എന്ന് പറയുമ്പോൾ സാധനം ഒടിച്ചിട്ട് രണ്ടുപേരും അങ്ങനെയല്ല, അത് ലോബിങ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ഞാൻ അത് പോട്ട് ഇവിടെ കേരളത്തിൽ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ ഉണ്ടായ സംഭവം ഞാൻ വിറ്റ്നസ് ചെയ്ത സാധനം. അത് ഭയങ്കര വിറ്റാണ്. ഞാൻ പറഞ്ഞത് ഏത് സിനിമയെന്ന് മനസ്സിലാവും ചിലപ്പോൾ, പക്ഷെ എന്താ ഞാൻ പറയും. അതായത് റൂളിംഗ് പാർട്ടി ഒരാൾക്കാർ എന്താ പറയുക, നായകൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, അപ്പോൾ അവരൊരു പടം ചെയ്തു, ഗംഭീര വിജയമായി. അപ്പോൾ ഈ പറയുന്ന സുഹൃത്ത് രാഷ്ട്രീയക്കാരൻ പറയും, എന്തോ നമുക്കൊന്നും ഇല്ല ഈ പ്രാവശ്യം, അവാർഡൊന്നും ഇല്ല എന്ന് പറഞ്ഞു. യു വോണ്ട് ബിലീവ് ദിസ്. ആ സിനിമയിലത്തെ നായകൻ, ഡയറക്ടർ, എന്താ പറയുക, നടി, എല്ലാത്തിനും സ്റ്റേറ്റ് അവാർഡ്. എന്നാ പിടിച്ചോ. എന്നിട്ട് അതിലത്തെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, ഈ സിനിമയിലത്തെ ഒരു പ്രൊഡ്യൂസർ. ആ പ്രൊഡ്യൂസറിന് ഈ സിനിമയിൽ വെക്കാൻ പറ്റാത്ത കാരണം ആ പ്രൊഡ്യൂസർ ആക്ടറും കൂടിയാണ്. മൂപ്പർക്ക് വേറൊരു സിനിമയിലെടുത്ത് അഭിനയത്തിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ സ്റ്റേറ്റ് അവാർഡ് കൊടുത്തു. അത് ഈ ടീമിനാണ് എല്ലാവരും കൊടുക്കുന്നത്. ഇത് എല്ലാവർക്കും മറ്റേ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ പ്രൊഡ്യൂസർമാരിൽ 2 പേരുണ്ട്, 2-3 പേരുണ്ട്, മനസ്സിലായ. എല്ലാവർക്കും മെയിൻ ആൾക്കാർക്ക് അവാർഡ് കൊടുത്തു. പ്രൊഡ്യൂസർ, ഡയറക്ടർ, ആക്ടർ, നടി എല്ലാവർക്കും കൊടുത്തുട്ടാ. കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സിനിമ അല്ല, ഇതിലത്തെ ഒരു പ്രൊഡ്യൂസർ, അയാളെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് ഒരൊറ്റ അവാർഡിൽ കൊടുക്കുള്ളൂ, 3 അവാർഡ് കൊടുക്കില്ല. അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന പ്രൊഡ്യൂസർ നടനും കൂടിയാണ്. അപ്പോൾ ഇയാൾ വേറെ ഏതൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് ആ സിനിമയുടെ പേര് വെച്ചിട്ട് അവാർഡ് കൊടുത്തു. സിനിമയുടെ പേര് പറയണ്ട, ഇറങ്ങിയ വർഷം ഏതായിരുന്നു പറയില്ല, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ സാധനം തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി പിടിക്കാൻ പറ്റും ആരാന്ന്. വളരെ ഇറ്റ് സോൾവ് ദെയർ. ലോബിങ്. ഞാൻ സത്യം പറയല്ലോ, ഞാനിപ്പോൾ എൻ്റെ സിനിമ ഇതുവരെ ഒന്നും പോയിട്ട് അയച്ചിട്ടേ ഇല്ല. ഇനി ഭാവിയിൽ ഞാനിനി ചെയ്യുന്ന സിനിമകളൊന്നും ഞാൻ അയക്കാനും പോകുന്നില്ല. എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ആദ്യം എടുത്ത തീരുമാനതാണ്. നമ്മൾ ഇപ്പോൾ ആമിർ ഖാൻ അറിയുന്നത് കൊണ്ടാണ് ആമിർ ഖാൻ പ്രൊഡക്ഷൻസിൻ്റെ ഒരു സിനിമയും അവർ നാഷണൽ അവാർഡ്സിന് അയക്കാത്തത്. അവർ തീരുമാനിച്ച കാര്യമാണ്. അവർ ഫിലിം ഫെസ്റ്റിവൽസിന് അയക്കും. അത് വേറൊരു റീസണാണ്. കാരണം ടു ഗെയിൻ എ ലാർജർ ഓഡിയൻസ്, ബിസിനസ് അവിടെ നടക്കാൻ വേണ്ടി. അല്ലാണ്ട് ഫിലിം ഫെസ്റ്റിവലിന് പോകുന്നത് ഇറ്റ്സ് ഫൈൻ. പക്ഷേ അവാർഡ്സിൽ, നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്സ്, അതിന് ഒരിക്കലും ആമിർ ഖാൻ പ്രൊഡക്ഷൻ്റെ ഒരു പടം അവർ അയക്കില്ല. കാരണം അത് അവർ തീരുമാനമാണ്. ഞാൻ അതിൽ യോജിക്കുന്നതാണ്. കാരണം ലോബിങ്, കട്ട ലോബിങ്. ബെസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിലേക്ക് ഒരു അവാർഡ് കിട്ടുന്നതിൻ്റെ വാല്യൂ മൂല്യം അത് ഇല്ലാതായി പോലും. അതുകൊണ്ടല്ല പൃഥ്വിരാജ് പറഞ്ഞില്ലേ, ഒരു 10 പേരും കൂടി തീരുമാനിക്കേണ്ടതല്ല എൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. അയാൾ സത്യമായിട്ട് പറഞ്ഞു. ഞാനതിൽ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇനി ലാലേട്ടനെ ഏതോ പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് റിജക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊരു പണ്ടുണ്ടായ പ്രശ്നം, എനിക്ക് ഓർമ്മയില്ല എക്സാക്ട്ലി എന്താ കാര്യം. ബാൻഡഡ് ക്വീൻ എന്ന സിനിമയ്ക്ക് അവരെന്താ പറയുക, സെൻസർ കൊടുത്തില്ലല്ലോ. പിന്നെ അതിനെന്തോ സ്റ്റേറ്റോ നാഷണൽ എന്തോ ഒരു എക്ലെയിം കിട്ടിയപ്പോൾ എന്താ പറയുക, ശേഖർ കപൂർ അത് റിജക്ട് ചെയ്തു. നമ്മുടെ പ്രൈഡിനെ നമ്മൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അത് ട്രൂ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിൻ്റെ ഇതാണ്. എനിക്ക് ഇനി മിക്കവാറും പൃഥ്വിരാജ് എന്താ ചെയ്യാൻ പോകണമെന്ന് എനിക്ക് അറിയാം. പൃഥ്വിരാജ് പറഞ്ഞ് എൻ്റെ ഏത് സിനിമയും വേറെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ പറയും, നിങ്ങൾ അയച്ചോ, എൻ്റെ പേര് വെക്കേണ്ടെന്ന് പറയും. കാരണം അത് ഉറപ്പായിട്ട് അയാൾ പറയും. കാരണം വെച്ചാൽ എന്ത് പറഞ്ഞാലും നമ്മുടെ അത് എന്താ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? അങ്ങയുടെ രാഷ്ട്രീയം സിനിമയിലൂടെ പറഞ്ഞപ്പോൾ മറ്റൊരു എല്ലാവർക്കും പൊട്ടി. അപ്പോൾ അവർ തിരിച്ച് ഇങ്ങനെ ഒരു കൗണ്ടർ ഇങ്ങനെ അടിച്ചു.
താരതമ്യം കമ്പാരിറ്റീവ് മറ്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഇൻഡസ്ട്രിയാണ് അല്ലേ. നമ്മുടെ കോണ്ടന്റ് കൊണ്ട് സമ്പന്നമാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ബഡ്ജറ്റ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ചെറുതെന്നാണ് ഒരു സംസാരം മലയാള ഫിലിം ഇൻഡസ്ട്രി സംസാരിക്കാറുണ്ട്. പക്ഷേ അവിടെ പോലും നമ്മൾ 100 കോടി ക്ലബ്ബ് 150 കോടി ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഇതേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്ത് തന്നെ ഇതെല്ലാം തെറ്റായിട്ടുള്ള ഇതാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കള്ളങ്ങളാണ്, ഇത് ചുമ്മാ തള്ളിവിടുന്നതാണെന്ന് പറയുന്നിടത്തൊരു ഒരു പ്രസ്താവന അപ്പുറ സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം അല്ലെങ്കിൽ സിനിമകൾ വലിയ സിനിമകളോട് സംഭവിക്കുന്നു എന്നതിന് ഒരു തടസ്സം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി വരുന്ന രീതിയിലേക്ക് ഇത്തരം ചിന്തിക്കാനുള്ള പ്രവണതയെ ഇല്ലാതാക്കില്ല അത്. ഒരു സംശയം വേണ്ട. ഞാൻ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ചേംബറിലുള്ള ആൾക്കാരും പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ള ആൾക്കാരും ഇവർ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ 100 കോടി ക്ലബ്ബിൽ കയറി എന്ന് പറയുമ്പോൾ 100 കോടി പ്രൊഡ്യൂസറിന് കൈ കിട്ടുന്നില്ല. അത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. അത് കേരളം എന്നല്ല. യു ലുക്ക് അറ്റ് എനി പാർട്ട് ഓഫ് ദ വേൾഡ്, എന്താ പറയുക, ഈ പറഞ്ഞ ഹോളിവുഡ് സിനിമ ആയിക്കോട്ടെ, ഹിന്ദി സിനിമ, തമിഴ്, സോൺസോ എന്ന് പറഞ്ഞാൽ 100 കോടി എന്ന് പറയുമ്പോൾ 100 കോടി പ്രൊഡ്യൂസറിൻ്റെ കൈ കിട്ടില്ല. പ്രോഫിറ്റ് അല്ല, ടോട്ടൽ വലിയ ഫാക്ടർ. പോട്ടെ, ഞാൻ പറയട്ടെ, ഇപ്പോൾ OTT ആമസോണിൽ ഇപ്പോൾ ഞാൻ എന്താ പറയുക, പേപ്പർ വ്യൂവിന് ഞാനൊരു പടം കയറ്റി വിടുകയാണെങ്കിൽ സോ അവർ ഡിസ്ട്രിബ്യൂട്ടറാണ്, അവരുടെ ചാനലിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ അവരിപ്പോൾ നമുക്കൊരു 100 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കമ്മീഷൻ അല്ലെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 40% ആയിരിക്കും. ഈ കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ വെരി ക്ലോസ് ടു 60-40 അവർക്കും 60 പ്രൊഡ്യൂസറിനും. അപ്പോൾ എന്ന് പറയുന്നൊരു സംഭവം അവിടെ എല്ലായിടത്തും ഉള്ള കാര്യമാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ഈ പറയുന്നൊരു റൗണ്ട് ഫിഗർ എത്തിക്കാൻ വേണ്ടിയിട്ട് ആഘോഷിക്കുകയാണ്. 100 കോടി ക്ലബ്ബ് 200, ഇപ്പോൾ ലോക 200 ക്രോസ് ചെയ്തു. അതൊരു പ്രൊമോഷൻ്റെ ഭാഗമാണ്. മാത്രമല്ല എന്താ പറയുക, ഈ പറയണ പോലെ തന്നെ അതൊരു നമ്മൾ പറയുമ്പോൾ ഒരു ആഘോഷമാണല്ലോ, എൻഡ് ഓഫ് ദ ഡേ ആഘോഷം. അപ്പോൾ 1000 കോടി, ഇപ്പോൾ ഞാൻ ഷാറുഖ് ഖാൻ്റെ പട്ടാൻ 1000 കോടി ക്ലബ്ബിൽ കയറി, ജവാൻ കയറി, അവർ സെലിബ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ ടെക്നിക്കലി എന്താ പറയുക, ഷാറുഖ് ഖാൻ്റെ കയ്യിൽ 1000 കോടി വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ, അല്ലേ? അപ്പോൾ ഇവർ ആ ഒരു സെൻസിലല്ല. അപ്പം ഞാൻ മനസ്സില, പക്ഷേ ഇവർ ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ എന്താ പറയുക, കളക്ഷൻ റിപ്പോർട്ട് പുറത്തോട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇത് എത്ര സിനിമകൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞ വെച്ചാൽ ഇത് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എനിക്ക് തോന്നുന്നു വെച്ചാൽ ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ, ബൈ മിഡിൽ ഓഫ് നെക്സ്റ്റ് ഇയർ ഈ ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ കുറഞ്ഞു. പണ്ട് ഞാൻ പറയട്ടെ, ഞാൻ ഒരു സിനിമ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ ചേംബറിൽ പോണ സമയത്ത് പൂരപ്പറമ്പിൻ്റെ ആൾക്കാരാണ് ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ, പുതിയ ബാൻഡ് രജിസ്റ്റർ ചെയ്യാൻ, അത്രയും മാത്രം ഇൻഫ്ലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ചെന്ന് നോക്കുക, എനി ഈവൻ ടൈം ഓഫ് ദ ഡേ ചെന്ന് നോക്കുക, ഈച്ചനായിട്ടിരിക്കേണ്ടവരുടെ ഒരു മനുഷ്യന്മാരോട് ഇല്ല. നമ്പർ ഓഫ് മൂവീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു. ഇല്ല, പടങ്ങൾ നടക്കുന്നില്ല. ഇതിനെങ്ങനെ എഫക്റ്റ് ചെയ്യണം? യൂണിയനിലുള്ള ഫെഫ്കയിൽ ഉള്ള എന്താ പറയുക ലൈറ്റ് പിടിച്ച് നടക്കുന്ന ചേട്ടന്മാർ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എഫക്റ്റ് ചെയ്യും. എല്ലാം ചെറിയ ടെക്നീഷ്യൻസ് തൊട്ട് വലിയ ആർട്ടിസ്റ്റുകൾ വരെ എല്ലാവരും എഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ പറയട്ടെ, ഇവർ ഈ കണക്കും കാര്യങ്ങളും ഇപ്പം ഞാൻ ഒന്നും ചെയ്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു. റിസ്ക്കാ. പക്ഷേ ഇപ്പോൾ ക്വാളിറ്റി ഡ്രിവൻ ആയിട്ടുള്ള സിനിമകൾ ചെയ്താൽ മതി എന്നൊരു തീരുമാനം ദൈവം സഹായിച്ച് കുറച്ച് ആൾക്കാർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇനി ഒരു ഭയങ്കര ഇൻഫ്ലോ, അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഈ അവന്മാർ പറയാണ്, ഈ പറയുന്ന അസോസിയേഷനിലുള്ള ആൾക്കാർ പറയാണ് അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. എന്തുദ്ദേശം? മനസ്സിലായ? കാരണം ഞാൻ പറയും, ഇവിടെ തിയേറ്ററുകാരെ എഫക്റ്റ് ചെയ്യുന്നേ, തിയേറ്ററുകാരെ എഫക്റ്റ് ചെയ്യും. ഇവർക്ക് എത്ര നാളെന്ന് വെച്ചിട്ട് സിനിമ അങ്ങനെ ഓടിക്കാൻ പറ്റും? പോട്ടെ, ഇപ്പോൾ ഇവരെല്ലാവരും എടുത്തൊരു തീരുമാനമുണ്ട്, OTT വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിയേറ്ററിൽ പടം കാണിക്കില്ല. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, OTT വന്ന തിയേറ്റർ കാണിക്കണ്ട, ശരി, അതാണ് അവരുടെ തീരുമാനം, ആയിക്കോട്ടെ. ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞ സമയത്ത് അവർക്ക് ഇഷ്ടംപോലെ പടങ്ങളുണ്ടായിരുന്നു ഒരാഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി. ഇപ്പം അതില്ല. ഇപ്പം നോക്കിക്കോ, എറണാകുളം ഷേണാസ് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ജാപ്പനീസ് ആനിമേറ്റഡ് സീരീസൊക്കെ അവർ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം വേറെ വഴിയില്ലാത്തായി പോയി. അവർ പറയുമ്പോൾ അതിന് ഓഡിയൻസ് ഉണ്ട്, ഓഡിയൻസ് ഇല്ല എന്നല്ല പറഞ്ഞത്, ഡ്രാഗൺ സ്ലെയറിനൊക്കെ ഇഷ്ടംപോലെ ഓഡിയൻസ് ഉണ്ട്. പക്ഷേ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ദാറ്റ് ഈ പറയുന്ന പോലെ ഇവർ കാരണം തന്നെ പല പ്രശ്നങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക.